ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ അറിയിക്കും നമ്മുടെ സാംസങ്ങിൻ്റെ 1 UI 7 ഡേറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കൺഫേം ഡേറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ബീറ്റ പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മുടെ സാംസങ് S24 സീരീസുകൾക്ക് മാത്രമായിരുന്നു 1 UI 7 ബീറ്റ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇത്ര കാലം. പക്ഷേ ഇനി നമ്മുടെ ഗാലക്സി S23 സീരീസുകൾക്കും ഗാലക്സി Z സീരീസുകൾക്കും ഇപ്പോൾ ആക്ച്വലി നമ്മുടെ സാംസങ് 1 UI 7 ബീറ്റ പ്രോഗ്രാമിൽ ലോഞ്ച് ചെയ്യാനുള്ള ഉദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ എന്താ പറയുക ലിങ്ക് എന്താ പറയുക ഇപ്പോൾ നമ്മുടെ യൂറോപ്പ് മാർക്കറ്റിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ സംഭവമൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ അത് നോർമലി ഗ്ലോബലി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എന്താ വെച്ചാൽ നമുക്കറിയില്ല, നോർമലി നമ്മുടെ ബീറ്റ പ്രോഗ്രാം നമുക്ക് അറിയാലോ എന്താ സംഭവം. നമ്മുടെ ഒഫീഷ്യൽ സ്റ്റേബിൾ വെർഷൻ ഇറങ്ങാനായിട്ട് മുമ്പ് നമുക്ക് നമ്മുടെ നമ്മുടെ iOS നിങ്ങൾ ബീറ്റ മോഡൽ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ അത് സാംസങ്ങിനും ഉണ്ട്, എല്ലാ ബ്രാൻഡിനും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ടെസ്റ്റിംഗ് മോഡ് പോലെ, അതായത് ഒഫീഷ്യൽ കുറച്ച് ബഗ്ഗും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ഓൾറെഡി അത് ഉപയോഗിക്കാം. അപ്പോൾ സാംസങ് S23 സീരീസുകൾക്കും, അതായത് നമ്മുടെ സാംസങ് S23, S23 പ്ലസ്, S23 അൾട്ര, അതുപോലെ തന്നെ ഗാലക്സി Z ഫോൾഡ് 6ഉം Z ഫോൾഡ് ഫ്ലിപ്പ് 6ഉം ആണ് ഇനി ജോയിനിങ് സൂൺ പറഞ്ഞ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി ന്യൂസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഡേറ്റിംഗ് കാര്യങ്ങളൊന്നും കൺഫേം പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ 1 UI 7 ബീറ്റ പ്രോഗ്രാമിലേക്ക് ആക്ച്വലി ഇവരെയും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ബീറ്റ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്. നമ്മുടെ നോർമലി സാംസങ് മെമ്പേഴ്സ് ആപ്പൊക്കെയാണ് വരിക. അപ്പോൾ സാംസങ്ങിൻ്റെ ആപ്പിൽ കയറിയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൽ ബാനർ കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ബീറ്റ പ്രോഗ്രാം ജോയിൻ ഒരു ബാനർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ തന്നെ അതിൽ കൂടെ നോർമലി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെ ആക്ച്വലി ജോയിൻ ചെയ്യാം സംഭവത്തിൽ. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡിൽ അപ്ഡേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബീറ്റ സംഭവം കാണാൻ പറ്റും, ബീറ്റ ഫേംവെയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ല, അത് നമുക്കറിയില്ലോ. ഞാൻ വേണമെങ്കിൽ നമ്മുടെ iOS ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ iOS തന്നെ ഞാൻ വേണമെങ്കിൽ എങ്ങനെയൊക്കെ വരിക, ഇത് രണ്ടെല്ലാം സെയിം ആയിട്ട് വരിക എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ അപ്ഡേറ്റിൻ്റെ താഴെയായിട്ട് ബീറ്റ അപ്ഡേറ്റ് നമുക്ക് കാണിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതാ കണ്ടോ, ഇങ്ങനെ കാണിക്കും. ഇത് കാണുന്നുണ്ട് നിങ്ങൾക്ക്, ഒന്ന് ക്ലിയർ ആവുക, ഫോക്കസ് ആവുക. കണ്ടു താഴെ, ഭയങ്കര ബ്രൈറ്റ്നസ് എന്താ താഴെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഞാൻ ബീറ്റ ഓഫാക്കി വെച്ചൊക്കെയാണ്, ബീറ്റ ഓണാക്കിയാണെങ്കിൽ ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് കാണും കേട്ടോ. അതാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകും. നിങ്ങളൊരു S23 യൂസർ ആണെങ്കിലും S23 Z സീരീസ് 6 സീരീസ് Z6 ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ബീറ്റ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇതുമായിട്ട് വന്നിട്ട് എന്താ പറയുക ലോഞ്ച് ആയിട്ടൊന്നും ഇല്ല. പക്ഷേ ഇവർ പറയുന്നത് ന്യൂസ് അനുസരിച്ചിട്ട് ഇപ്പം ആക്ച്വലി ഇവർ കൊടുത്തേക്കുന്നത് നമ്മുടെ യൂറോപ്പ് സീരീസിലേക്കാണ്. അതായത് ഇതിൽ UK, പോളണ്ട്, സൗത്ത് കൊറിയ, ജർമ്മനി, US ഒക്കെയാണ് മാർക്കറ്റാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിൽ വരുമെന്ന് കറക്റ്റ് ഉറപ്പൊന്നുമല്ല, പക്ഷെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആക്ച്വലി ഈ നേരത്തെ പറഞ്ഞ സാംസങ്ങിൻ്റെ ആപ്പ് ചെക്ക് ചെയ്ത് നോക്കാട്ടോ. നോർമലി ഞാൻ അങ്ങനെ ബീറ്റ പ്രോഗ്രാമിലൊന്നും ഇൻസ്റ്റാൾ ചെയ്യാറില്ല, നിങ്ങൾക്ക് അറിയില്ലല്ലോ. അല്ലാണ്ട് സ്റ്റേബിൾ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെ ഡിസ്പ്ലേ മാങ്ങയൊക്കെ അടിച്ച് പോകണം. അപ്പോൾ പിന്നെ പറയണം എന്ന് വെച്ചാൽ സ്റ്റേബിൾ വെർഷന് മുമ്പുള്ള വെർഷൻസുകളാണ് ഈ ബീറ്റ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിറച്ച് ബഗ്ഗും സംഭവമൊക്കെ അറിയാം. അപ്പോൾ അതാണ് സ്റ്റേബിൾ വെർഷൻ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പേടിയായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നോർമലി ചെയ്യാറില്ല. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ iOS ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്, നമ്മളൊരു വീഡിയോ പർപ്പസിന് നോക്കിയതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഓഫ് ചെയ്ത് വെച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരുടെ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മളിതിന് മുമ്പ് IT-ലും ടെക്കിൽ, അതായത് നമ്മുടെ ടെക് ഫീൽഡിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആക്ച്വലി ആർക്കിടെക്ചറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഫീൽഡ് തന്നെ സെക്ടറിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ വേറെ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഒരു സംശയം കാര്യമൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റിൽ പോകുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അടുത്ത വരാം.